Hi all, this is Meera. Welcome back to our channel High School Max PSC. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോ പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 16th ആൻഡ് 17th ആണ്. അപ്പം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഇമെയിൽ വഴിയായി അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റ് നോക്കാം. ഡിസൈൻ ആൻഡ് കണ്ടക്ട് ഓഫ് ഫോറസ്ട്രി ട്രെയിനിങ് പ്രോഗ്രാംസ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ആണുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിന്റെ ഡ്യൂറേഷൻ അപ് ടു 31/3/2022 വരെയാണ്. എക്സ്റ്റൻഡബിൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. നോളജ് ഇൻ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. 19,000 രൂപയാണ് പെർ മന്ത് ലഭിക്കുക. 36 വയസ്സാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം SC/STക്കും 3 വർഷം OBCക്കും ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ബയോഡേറ്റ അതോടൊപ്പം തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏജ് പ്രൂഫ് ഇതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുമായിട്ട് ഈ ഒരു ഇമെയിലേക്ക് അതായത് administration@kfri.res.in അയക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൽകി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജൂനിയർ റിസർച്ച് ഫെലോ പോസ്റ്റ് അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് 2 പ്രൊജക്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മോളിക്യുലർ സിസ്റ്റമാറ്റിക്സ് ഓർ ജിയോസ്പേഷ്യൽ മോഡലിംഗ് പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ആണുള്ളത്. ഇതിന്റെ ഡ്യൂറേഷൻ ഈ ഒരു പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ 26/3/2024 ആണ്. ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ആണ് പറയുന്നത്. MSc ഇൻ ബോട്ടണി ഓർ പ്ലാന്റ് സയൻസ് ഓർ ബയോടെക്നോളജി നാഷണൽ ലെവൽ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ CSIR or UGC NET or GATE in post graduation related subjects. ഇനി ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് മോളിക്കുലർ ടാക്സോണമിയിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മറ്റൊരു ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് വർക്ക് ഇൻ ഫോറസ്റ്റ് ഏരിയാസ് ആണ്. 31,000 രൂപ പ്ലസ് 8% HRA ആണ് പെർ മന്ത് ലഭിക്കുക. 36 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഏജ് റിലാക്സേഷൻ നോർമൽ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഇനി ഇവിടെയും നിങ്ങൾ ഈ ഒരു മെയിലിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ കോപ്പീസ് ഓഫ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അയക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ജൂനിയർ റിസർച്ച് ഫെലോയുടെ കേസിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഓർ പ്രൊജക്ട് ഫെലോ അപ്പോൾ ഈ ഒരു മോർഫോ മോളിക്കുലർ ക്യാരക്ടറൈസേഷൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. 4/1/2022 വരെയാണ് ഡ്യൂറേഷൻ. ഫസ്റ്റ് ക്ലാസ് MSc ആണ് പറയുന്നത്. ഇൻ ബയോടെക്നോളജി ഓർ മോളിക്കുലർ ബയോളജി ഓർ മൈക്രോബയോളജി ഓർ ബോട്ടണി ഓർ ലൈസൻസ് വിത്ത് CSIR NET ക്വാളിഫൈഡ്. ഇനി ഇവിടെ ഡിസേബിൾ ക്വാളിഫിക്കേഷനിൽ എക്സ്പീരിയൻസ് ഇൻ മോളിക്കുലർ പ്ലാന്റ് പതോളജി ഓർ മോളിക്കുലർ ബയോളജി ഓർ മോളിക്കുലർ ഫംഗൽ ടാക്സോണമി വിത്ത് പ്രൂഫ് ഓഫ് പബ്ലിക്കേഷൻസ് വിൽ ബി പ്രിഫേർഡ് എന്ന് പറയുന്നുണ്ട്. ഫെലോഷിപ്പ് ഇവിടെ പറയുന്നത് 25,000 രൂപ പ്ലസ് 20% HRA ആണ് പറയുന്നത്. നെറ്റ് ക്വാളിഫൈ ആയ കാൻഡിഡേറ്റ്സിന്റെ കേസാണ്. ഈ നെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂനിയർ റിസർച്ച് ഫെലോ പൊസിഷനിൽ 22,000 രൂപയായിരിക്കും പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുക. 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ്സ് കോപ്പീസ് ഈ ഒരു ഇമെയിലിലേക്ക് അയക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു പേജിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 16-17 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.